കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു തലമാണ്. അതായത് നിഷ്പക്ഷ വസ്തു മൂലവസ്തുവാണ്, അൾട്ടിമേറ്റ് റിയാലിറ്റി. അതിനെയാണ് നാരായണ ഗുരു കരു എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരൊറ്റ വസ്തു, ആ വസ്തുവിൻ്റെ വ്യത്യസ്ത വശങ്ങളാണ്, അല്ലെങ്കിൽ ഇരുവശങ്ങളെയാണ് മാനസികവും ഭൗതികവുമായി നാം കാണേണ്ടത്. അതായത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്. നാണയം എന്ന് പറയുന്നത് കേന്ദ്ര ബിന്ദുവാണ്. ഒരു നാണയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒന്നില്ലെങ്കിൽ ടെയിൽ അല്ലെങ്കിൽ ഹെഡ്. നാണയം എന്ന് പറയുന്നത് ഹെഡും അല്ല ടെയിലും അല്ല, രണ്ടിനെയും ഉൾക്കൊള്ളുന്നതാണ്. അപ്പം നാണയത്തെ കാണാമെന്ന് നാം വിചാരിച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഹെഡ് അല്ലെങ്കിൽ ടെയിലാണ്. ഇരുവശങ്ങളെ നാം കാണുന്നു. ഇരുവശങ്ങളെ കാണുമ്പോഴും അതിൽ അദൃശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ പൊരുളായിരിക്കുന്നത് നാണയമാണ്. ആ നാണയത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ടുള്ളതായ മധ്യബിന്ദുവാണ്. ഇവിടെയാണ് നാരായണ ഗുരു കരു എന്ന് പറയുമ്പോൾ നാം കാണേണ്ടത്. ആ കരുവിൻ്റെ ഇരുവശങ്ങളാണ്, ഒന്ന് മാനസികവും ഒന്ന് ശാരീരികവുമായ അവസ്ഥകൾ. ഒന്ന് ബാഹ്യമാണ്, ഒന്ന് തികച്ചും ആന്തരികമാണ്. ബാഹ്യമായതിനെ വസ്തുനിഷ്ഠമെന്ന് പറയും, ആന്തരികമായതിനെയോ ആത്മനിഷ്ഠമെന്ന് പറയും. അപ്പോൾ വസ്തുനിഷ്ഠമായതും ആത്മനിഷ്ഠമായതും ഒരുപോലെ ഒന്നിൽ അടങ്ങിയിരിക്കുന്നു. അതിനെയാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് ഇവിടെ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടായാലും അറിവിൻ്റെ കരുവായിരിക്കുന്നതായ പൊരുൾ ഒന്ന് തന്നെയാണ്. ആ ഒന്നിനെയാണ് നാം ധ്യാനാത്മകമായിട്ട് അറിയേണ്ടത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് അദ്വൈത വേദാന്തമാണ്, അദ്വൈത ദർശനമാണ്. രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതം പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്കിത് കാണാൻ കഴിയും. വിശേഷ രൂപേണ വിശിഷ്ടം അദ്വൈതം എന്ന അർത്ഥത്തിൽ രാമാനുജൻ സിദ്ധാന്തിക്കുന്ന വിശിഷ്ട അദ്വൈതത്തിലും നമുക്കിത് കാണാൻ കഴിയും. പാശ്ചാത്യ ലോകത്തും ഇത്തരത്തിലുള്ളതായ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പാശ്ചാത്യ ചിന്തകനായ സ്പിനോസ അദ്ദേഹം പറയുന്ന ചിദ്വസ്തു അല്ലെങ്കിൽ തിങ്കിങ് സബ്സ്റ്റൻസ്, അത് ഈ ദൃഗ്ദൃശ്യങ്ങളെ ഏകീഭവിപ്പിക്കുന്നതാണ്. ചിദ്വസ്തുവാണ് തിങ്കിങ് സബ്സ്റ്റൻസ് എന്ന് സ്പിനോസ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ ഞാനിപ്പോൾ ഒരു കഥ ഓർക്കുകയാണ്. ഗുരു നിത്യ നടരാജഗുരുവിൻ്റെ അടുത്തുനിന്ന് പിണങ്ങിപ്പോയിട്ട് നാട്ടിൽ പോയി വീട്ടിൻ്റെ വളപ്പിൽ തന്നെ ഒരു കുടിൽ കെട്ടി അവിടെ ഇരുന്നു. മൗനിയായിട്ടാണ് ഇരുന്നത്. ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ ഇരുന്നു എന്ന് തോന്നുന്നു. അതെ, 1.5 വർഷത്തിൽ കൂടുതലിരുന്നു. മൗനിയായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഹിമാലയത്തിലേക്ക് പൊക്കളയാന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് മനസ്സിൽ പെട്ടെന്നൊരു ആശയം വന്നു, എന്തായാലും ഞാൻ പോവുകയല്ലേ, ഗുരുവിനെ ഒന്നുകൂടി കണ്ടുകളയാം എന്ന് തോന്നിപ്പിക്കുകയാണല്ലോ. അങ്ങനെ നേരെ വർക്കലയിൽ വന്നു. വർക്കലയിൽ വന്ന് ഗുരുകുലത്തിൻ്റെ കവാടം കടന്ന് അകത്തേക്ക് വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ വർക്കല ഗുരുകുലത്തിൽ കാണുന്നതായ ഒരു മണ്ഡപമില്ലേ, ആ മണ്ഡപത്തിൻ്റെ മുന്നിൽ നേരത്തെ ഒരു പർണ്ണ കുടീരം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നടരാജഗുരു തൻ്റെ വിദേശ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു.
ആ ക്ലാസ് ആത്മോപദേശ ശതകമായിരുന്നു. ആദ്യത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്ന ഈ കരുവിനെ വിശദീകരിക്കുന്ന സന്ദർഭമായിരുന്നു. അപ്പോഴാണ് നിത്യൻ ഗുരുകുലത്തിലേക്ക് കടന്നു വരുന്നത് നടരാജഗുരു കാണുന്നത്. അപ്പോൾ നടരാജഗുരു പറയാണ്, അതാ മുടിയനായ പുത്രൻ വരുന്നുണ്ട്, മുടിയനായ പുത്രൻ വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നടരാജഗുരു ചോദിക്കുന്നു, എന്താണ് കരു എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിത്യൻ മൗനിയാണല്ലോ. മൗനിയായിരിക്കുന്ന നിത്യൻ തൻ്റെ ഉള്ളിൽ പറഞ്ഞു, അത് സ്പിനോസയുടെ തിങ്കിങ് സബ്സ്റ്റൻസ് ആണ് എന്ന്. ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടന്നെടുത്തു. അപ്പോൾ നടരാജഗുരു പറയാണ്, നിത്യൻ സംസാരിക്കുമായിരുന്നെങ്കിൽ സ്പിനോസയുടെ തിങ്കിങ് സബ്സ്റ്റൻസ് എന്ന് പറയുമായിരുന്നു എന്ന്. ഇതാണ് ഈ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പാരസ്പര്യം എന്ന് പറയുന്നത്. കാര്യം പിണങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഉപരിപ്ലവമാണ്. ഇൻറ്റിമേറ്റ് ബൈപോളാരിറ്റി എന്ന് പറയും. ഗുരുവും ശിഷ്യനും തമ്മിലുള്ളതായ ആത്മബന്ധം എന്ന് പറയുന്നത് അത് ഉപരിതന സ്വഭാവമുള്ളതാണ്. രണ്ടുപേരും പറയുന്നത് ഒന്ന് തന്നെ. അതായത് ഗുരുവിൻ്റെ ഉള്ളിൽ ഇരുന്ന് പ്രകാശിക്കുന്നതായ അറിവും ശിഷ്യൻ്റെ ഉള്ളിൽ ഇരുന്ന് പ്രകാശിക്കുന്നതായ അറിവും ഒന്ന് തന്നെയാണ്. അത് ഗുരുശിഷ്യ പാരസ്പര്യത്തിലൂടെ പരമ്പരാപ്രാപ്തമായിട്ട് അറിവ് പകർന്ന് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു പ്രത്യേകതയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ പറയുന്നതായ കരു ഏത് ലോകത്ത് ഇരുന്നു കൊണ്ട് ഏത് ദാർശനികനും വിചിന്തനം ചെയ്യുമ്പോൾ കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. താത്വികമായ ഏകതയുടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിദൂര സാദൃശ്യങ്ങൾ അത് എത്രയോ മഹത്തരമാണ്. നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ കഴിയും. അതായത് അത് കാലദേശങ്ങളെ അതിവർത്തിക്കുന്നു. അതുകൊണ്ട് ഏത് ദൂരദേശങ്ങളിലിരുന്നു കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാലും സത്യത്തിൻ്റെ സ്വരൂപം ഒന്ന് തന്നെയാണ് എന്ന് വെളിപ്പെടുകയാണ്. ആ സത്യത്തെയാണ് ആത്മോപദേശ ശതകത്തിൽ ഗുരു വെളിവാക്കുവാൻ ശ്രമിക്കുന്നത്. ആ ഏകതയിൽ, ആ ഏകവസ്തുവിൽ ദൃഗ്ദൃശ്യങ്ങളെ അഥവാ ചിജ്ജടങ്ങളെ, ചിത്തിനെയും ജഡത്തിനെയും യാതൊരു ദ്വൈത ചിന്തയ്ക്കും അവകാശമില്ലാത്ത തരത്തിൽ സമന്വയിപ്പിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. സ്പിനോസ ഇവിടെ തിങ്കിങ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞില്ലേ, അതായത് വസ്തുനിഷ്ഠം. എന്താണ് വസ്തു എന്ന് പറഞ്ഞാൽ? വസ്തു എന്നാൽ സ്പിനോസ അർത്ഥമാക്കുന്നത് യാതൊന്നാണോ സ്വയം ഉണ്ടായിരിക്കുകയും സ്വയം അറിയുകയും ചെയ്യുന്നത് അത് എന്നാണ്. സ്വയം ഉണ്ടായിരിക്കുകയും സ്വയം അറിയുകയും ചെയ്യുന്നു. മറ്റൊരു ഉപാധി വേണ്ട. യാതൊരു ഉപാധികളെയും ആശ്രയിക്കാതെ സ്വയം അറിയുന്ന അറിവ്, അതിനെയാണല്ലോ വേദാന്തത്തിലെ നിരുപാധികമായ അറിവ് എന്ന് പറയുന്നത്. യാതൊരു ഉപാധികളെയും ആശ്രയിക്കാതെ സ്വാംശീകരിക്കുന്ന അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നിരുപാധികമായ അറിവാണ്. അതായത് അതിനെ സംബന്ധിക്കുന്ന ആശയം മറ്റൊരാശയത്തിൽ നിന്നും രൂപീകരിച്ചെടുക്കേണ്ടതല്ല, തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ രൂപീകരിച്ചെടുക്കേണ്ടതാണ്. അത് നമ്മുടെ അറിവിൻ്റെ കേന്ദ്രബിന്ദുവാണ്. നാം കേന്ദ്രീകൃതമായിരിക്കുന്നത് അതിലാണ്. അതിനെയാണ് അറിയേണ്ടത്. കരു എന്ന് പറയുമ്പോൾ നാരായണ ഗുരു ഉദ്ദേശിക്കുന്നത് അതാണ് എന്ന് നാം തിരിച്ചറിയണം. അപ്പോഴാണ് ആദ്യം പറഞ്ഞതുപോലെ ആ ഗുരുശിഷ്യ പാരസ്പര്യത്തിലൂടെ പരമ്പരാപ്രാപ്തമായി നാം സ്വാംശീകരിക്കുന്ന അറിവിൻ്റെ ഏകതയെ ദർശിക്കുവാൻ കഴിയുന്നത്.
അദ്വൈതമായി വിഭാവനം ചെയ്യപ്പെടുന്ന ഒരു ഏക വസ്തു, അത് അദ്വൈത അനുഭൂതിയിൽ നിന്ന് വിരിഞ്ഞു വരേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ദൃക്കും ദൃശ്യവുമൊക്കെ വിചിന്തനം ചെയ്തില്ലേ? ദൃഗാത്മകമായിരിക്കുന്നതായാലും കൊള്ളാം, ദൃശ്യപരമായിരിക്കുന്നതായാലും കൊള്ളാം, ആ ഏകമായിരിക്കുന്നതായ വസ്തുവിൽ നിഹിതമായിരിക്കുന്നതാണ്. ഈ രണ്ട് അവസ്ഥകൾക്കും ഗുരു പൂർണ്ണമായ സമത്വം കൊടുക്കുന്നുണ്ട്. ദൃക്കിന് കൂടുതൽ മഹിമ എന്നൊന്നും ഗുരു കാണുന്നില്ല. എന്താ കാരണം? ദൃക്ക് തന്നെയാണ് ദൃശ്യമായിട്ടിരിക്കുന്നത്. ദൃക്ക് ഏകമാണെങ്കിൽ ദൃശ്യം അനേകമാണ്. ഏകമായിരിക്കുന്ന ദൃക്ക് തന്നെയാണ് അനേകതയോടുകൂടി ഭാസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അനേകത്തെ കാണുമ്പോൾ അതിൽ പൊരുളായിരിക്കുന്നത് ഏകമായിരിക്കുന്ന ദൃക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് അതിനെ ഒരു സമത്വം കൊടുത്ത് ദർശിക്കാനല്ലേ കഴിയൂ. അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഇതെല്ലാം യുക്തിഭദ്രമാണ്. ഇങ്ങനെ നാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലേ? കൂടുതൽ കൂടുതൽ അറിവിൻ്റെ മഹിമാവിലേക്ക് നാം വളർന്നുകൊണ്ടേയിരിക്കുന്നു. അറിവിനൊരു പ്രവാഹമായിട്ട് വേണം അപ്പോൾ നമ്മൾ കാണാൻ, ഒരു ധാരാവാഹിത്വം, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. അങ്ങനെയുള്ളതായ ആ അറിവിൽ സംഗതമായി വരുന്നതായ ഏത് ദ്വൈതങ്ങളെയും ആ തലത്തിൽ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഭേദങ്ങളില്ലാതായി മാറുന്നു. അതിരറ്റ ഒരാനന്ദം അനുഭവിക്കാൻ കഴിയുന്നു. അത് അറിവിൻ്റെ ഏകതയിലൂടെ സംഭവിക്കുന്നതാണ്. അതിനെയാണ് നാം ധ്യാനാത്മകമായിട്ട് അറിയേണ്ടത്. ഒരു മുട്ട എടുക്കുകയാണ് എന്ന് കരുതുക, ഒരു കോഴിമുട്ട. ആ മുട്ടയ്ക്കകത്ത് ഒരു കരു ഉണ്ടായിരിക്കും ഇല്ലേ? ആ കരുവാണ് ഒരു കുഞ്ഞായി രൂപപ്പെട്ടു വരുന്നത്. ആ കരു എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ട്രൂത്താണ്. പക്ഷെ ഇവിടെ കരു എന്ന് പറയുന്നത് ഒരു അറിവിൻ്റെ കേന്ദ്ര ബിന്ദുവിനെയാണ് എന്ന് മാത്രം. ഒരു കോഴിമുട്ടയിൽ നിന്നും ഒരു കോഴിക്കുഞ്ഞ് എങ്ങനെയാണോ വിരിഞ്ഞു വരുന്നത്, അതുപോലെ തന്നെയാണ് പരമമായ അറിവിൽ നിന്നും ഈ സകലതും വിരിഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു വസ്തുവിൻ്റെ ബീജമാണ് ജീവന്റെ ഉറവിടമായി പ്രവർത്തിക്കുന്നത്. ആ ബീജത്തിൽ നിന്നാണ് ഒരു കുഞ്ഞ് ആവിർഭവിക്കുന്നത്, ഒരു പ്രജ ആവിർഭവിക്കുന്നത്. അതിനകത്തൊരു കർമ്മമുണ്ട്, ഒരു കർത്തൃത്വമുണ്ട് ഇല്ലേ? അത് ക്രിയാത്മകമാണെന്നർത്ഥം. ഒന്ന് ആവിർഭവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമാണ്. എന്ന് പറഞ്ഞാൽ ആദി ബീജമായിരിക്കുന്നതിൽ തന്നെ ഒരു ക്രിയാത്മകതയുടെ സ്വഭാവവും കൂടി ഉള്ളടങ്ങിയിരിക്കുന്നതാണ്. ഒരു കുഞ്ഞ് വിരിഞ്ഞു വരുമ്പോൾ അതിൽ എന്തെല്ലാം ചേഷ്ടകളുണ്ടോ ആ ചേഷ്ടകളെല്ലാം അതിൽ നിഹിതമായിരിക്കുന്നതായ നിയാമക ശക്തിയുടെ പ്രത്യേകതയാണ്. അവിടെ ഒരു നിയമം വർത്തിക്കുന്നുണ്ട്. അത് കർമ്മത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കർമ്മത്തോടു കൂടി ആവിർഭവിക്കുന്നതായ ആ സദ്വസ്തുവിനെ ഒരു കരു എന്ന് വിളിക്കുമ്പോൾ വളരെ സംഗതമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കർമ്മത്തിൻ്റെ ആരംഭത്തെ കുറിക്കുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കണം. എന്തൊക്കെ ആവിർഭവിക്കുന്നുണ്ടോ അത് ക്രിയാത്മകമായിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതുകൊണ്ടാണ് അത് കർമ്മത്തിൻ്റെ ആരംഭത്തെ കുറിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു ദോഷവും കാണാൻ കഴിയാത്തത്. ഇങ്ങനെയുള്ള ഏത് കർമ്മത്തിൻ്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് എന്തിൻ്റെ കർത്തൃത്വത്തോടു കൂടിയാണ് ഇരിക്കുന്നത്? ആ കർത്തൃത്വത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ അറിവേത്?
അറിവില്ലാതെ കർമ്മം ചെയ്യാൻ ഒക്കുമോ? സാധിക്കില്ല. ആ അറിവ് എന്ന് പറയുന്നത് പുറത്തും അകത്തും ഒരുപോലെ വ്യാപരിക്കുന്നതാണ്. അകവും പുറവും തെങ്ങും മഹിമാവാർന്ന നിൻപദം. ആ മഹിമാവ്, ആ അറിവിൻ്റെ മഹിമാവ് അകത്തും പുറത്തും ഒരുപോലെ വ്യാപരിക്കുന്നതാണ്. അപ്പോൾ പുറത്ത് വ്യാപരിക്കുന്നതായ അറിവായാലും ശരി, അകത്ത് വ്യാപരിക്കുവാൻ കഴിയുന്നതായ അറിവായാലും ശരി, അതെല്ലാം തന്നെ ബോധത്തിൻ്റെ സൂക്ഷ്മമായ ക്രിയാത്മകമായ അടിസ്ഥാനത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. അപ്പോൾ നിരപേക്ഷമായ ബോധം ആവിർഭവിക്കുന്നത് ഒരു പ്രജയായിട്ടാണ്. ആ പ്രജയുടെ ചേഷ്ടകളൊക്കെ ഒരു നിയാമക ശക്തിയായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ആ പ്രവൃത്തിയെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട്, ആ കർമ്മത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ഉള്ളതായ ബോധത്തെ കരു എന്ന് പറയുന്നു. അത് ക്രിയാത്മകമാണ് എന്നുള്ളത് കൊണ്ട് ഇതിലേക്ക് നാം നമ്മെ തന്നെ സ്വാംശീകരിച്ച് തപോന്മുഖമാക്കി ഉറ്റു പാർക്കുമ്പോൾ നമുക്കതിൻ്റെ രഹസ്യമൊക്കെ മനസ്സിലായി തുടങ്ങും. അല്ലെങ്കിൽ മനസ്സിലാകില്ല. ഒരു ധ്യാനം ആവശ്യമാണ്. നമുക്കിത് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങി തരുന്നതായ ഒരു ദർശനം ആണ് എന്ന് ആരും കരുതരുത്. അത് നിരന്തരമായ സ്വാധ്യായം വേണം, നിരന്തരമായ ഒരു അന്വേഷണം വേണം, നിരന്തരമായ ഒരു ധ്യാനം വേണം. അയ്യോ, എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് കരുതി ആരും ഒഴിഞ്ഞു പോവുകയും വരുത്. കാരണം ഇത് വലിയ വലിയ ഗുരുക്കന്മാരാൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് തുടങ്ങി നാം നമ്മുടെ ജീവിതത്തെ ഇതിനറിയുന്നതിന് വേണ്ടി ക്രമപ്പെടുത്തേണ്ടതായിട്ടിരിക്കുന്നു. അല്ലാതെ അറിയുന്നതല്ല. കാരണം നാരായണ ഗുരുവിനെ പോലുള്ള ഒരു ഋഷി തൻ്റെ ജീവിതത്തെ തപശ്ചര്യയോടുകൂടി കണ്ട് തപസ്വിയായി ജീവിച്ച് മനസ്സിലാക്കിയതാണ്, അല്ലേ? യാതൊരു തപസ്സുമില്ലാതെ നമുക്കിതെങ്ങനെ മനസ്സിലാകും? കാരണം ഈ താത്വികമായ നിഗമനങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതായ നിഗൂഢമായ തത്വം എന്ത് എന്നറിയണമെങ്കിൽ നമ്മുടെ ബുദ്ധിയെ അതനുസരിച്ച് പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു. 5 ഇന്ദ്രിയങ്ങളെയും സമചിത്തതയോടെ സംയമനം ചെയ്യേണ്ടതാണ്. ഇന്ദ്രിയ സംയമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ഒന്നും വേണ്ടാന്ന് വെക്കലല്ല, ഇന്ദ്രിയങ്ങളെയെല്ലാം ബലം പിടിച്ച് അടക്കി വെക്കേണ്ടതുമല്ല. പിന്നെ എന്ത് വേണം? ഓരോ ഇന്ദ്രിയങ്ങളെയും കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് മനസ്സിലാക്കി, ആത്യന്തികമായ പ്രയോജനം എന്തെന്ന് മനസ്സിലാക്കി അതിനെ അതിൻ്റെ രീതിയിൽ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം. കണ്ണുകൊണ്ട് കാണേണ്ടതിനെ കാണണം, കാതുകൊണ്ട് കേൾക്കേണ്ടതിനെ കേൾക്കണം. ഭദ്രം കർണേഭി ശൃണിയാം ദേവാഹ എന്ന് പറയുന്നില്ലേ? ഭദ്രമായതിനെ കേൾക്കാൻ കഴിയണം. അപ്പോൾ കണ്ണ് എന്ന് പറയുന്നത് കാണേണ്ടതിനെ കാണാൻ കഴിയുന്ന തരത്തിലുള്ളതായ ഒരു കണ്ണായി മാറും. കണ്ണിനും കണ്ണായിരിക്കുന്നതിലേക്ക് നമുക്ക് ഉയർന്നു വരുവാൻ കഴിയണം. കാതിനും കാതായിരിക്കുന്നതിലേക്ക് നമുക്ക് ഉയർന്നു വരുവാൻ കഴിയും. അതുകൊണ്ട് 5 ഇന്ദ്രിയങ്ങളെയും സംയമനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക സൗന്ദര്യങ്ങളെ ഒന്നും കാണണ്ടെന്നോ ആസ്വദിക്കേണ്ടെന്നോ എന്ന അർത്ഥമില്ല. നല്ല സംഗീതം കേൾക്കുമ്പോൾ കേൾക്കേണ്ട എന്ന അർത്ഥമില്ല. പിന്നെ എന്താണ്? അതിലെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്നതായ പൊരുളിനെ കാണുവാനും കേൾക്കുവാനും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സ്വാഭാവികമായും ഒരു പരിണാമം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷ അനുഭവത്തിലുള്ള ലോകത്തു നിന്നും മനസ്സ് പിന്തിരിഞ്ഞു പോരുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം
ഏതൊരുവനെയും ഈ ലോകക്കാഴ്ച എന്ന് പറയുന്നത് ഭ്രമിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ മോഹിപ്പിക്കുന്നതാണ്. അതിൻ്റെ പിന്നാലെ പോകും. എന്തുകൊണ്ടാണ് പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സ് നമ്മളിൽ നിന്നും സദാസമയം വെളിയിലേക്ക് പോകുന്നത്? ഓരോ രസങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മുടെ ഉള്ളിൽ യാതൊരു രസവുമില്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴും സംഘർഷങ്ങളും വിഷമതകളും ബുദ്ധിമുട്ടുകളെയാണ്. സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളുമുള്ള ഇടത്ത് ആരെങ്കിലും ഇരിക്കുമോ? ആരും ഇരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? മനസ്സ് വെളിയിലേക്ക് പോകും. അതേസമയം നമ്മുടെ ഉള്ളും വളരെ ശാന്തമാണ്, വളരെ ധന്യമാണ്, നമ്മുടെ ആന്തരികത വളരെ ശോഭയുള്ളതാണ് എങ്കിൽ ഈ മനസ്സ് എവിടെയും പോകില്ല. ആ മനസ്സ് നമ്മളെ തന്നെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ കുടിയിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? നമ്മുടെ മനസ്സിനെ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഇരുത്തണമെങ്കിൽ ഒരു ധ്യാനപരമായ വിചാരം ആവശ്യമാണ്. ധ്യാനം എന്ന് പറയുമ്പോൾ വെറുതെ കണ്ണടച്ചിരുന്നാലൊന്നും ധ്യാനം വരില്ല. പ്രാണാപാന സമീകരണം ചെയ്യാൻ കഴിയണം. പ്രാണാപാന സമീകരണം ചെയ്യാൻ കഴിയുമ്പോൾ ആന്തരികമായൊരു സുഖം അനുഭവപ്പെടും. നമ്മുടെ ബോധത്തിലേക്ക് ഒരു ശാന്തി, ഒരു സമാധാനം, അത് കുളിർ തന്നൽ വീശുന്നത് പോലെയുള്ളതായ ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും അതിനെ ആസ്വദിച്ചിരിക്കാൻ കഴിയുന്നതായ ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ എത്രയോ വർഷമായി, എത്രയോ കാലമായി ഞാനിങ്ങനെ വെളിയിലേക്ക് പോകുന്നു, ഓരോന്നിനെ അന്വേഷിച്ച്, ഓരോന്നിനെ കേൾക്കാൻ, ഓരോന്നിനെ മണക്കാൻ, ഓരോന്നിനെ രുചിക്കാൻ, ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടക്കുകയല്ലേ. നമ്മുടെ ഉള്ളിലുള്ളതായ രുചി അറിയണ്ടേ? നമ്മുടെ ഉള്ളിലുള്ളതായ സുഗന്ധം നമുക്കറിയണ്ടേ? നമ്മുടെ ഉള്ളിലുള്ളതായ നാദത്തെ നമുക്കറിയണ്ടേ? അതിന് നാം എന്ത് വേണം? എന്നാൽ നമ്മളിലേക്ക് തന്നെ വേണം വരുവാൻ. അപ്പോഴാണ് സ്വസ്ഥത എന്ന് പറയുന്നത് ഉണ്ടാകുന്നുള്ളൂ. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ സ്വത്തിൽ സ്ഥിതമായിരിക്കുന്നതായ അവസ്ഥയാണ്. നീ നിന്നിൽ തന്നെ സ്ഥിതനായിരിക്കണം. നിനക്ക് നിന്നിൽ സ്ഥിതിയില്ല എങ്കിൽ നീ നിനക്ക് തന്നെ അന്യനാണ്. അങ്ങനെ സംഭവിക്കരുത്. ആധ്യാത്മികത എന്ന് പറയുന്നത് ആത്മാവിൽ അധിഷ്ഠാനപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥയാണ്. നീ നിന്നിൽ തന്നെ അധിഷ്ഠാനമുള്ളവനായിരിക്കണം. എങ്കിലേ നിനക്ക് നിന്നെ കൊണ്ട് പ്രയോജനമുള്ളൂ. ഈ ലോകത്തിനും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അങ്ങനെയായേ പറ്റൂ. നിനക്ക് നിന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കണം, ഈ ലോകത്തിനും പ്രയോജനം ഉണ്ടായിരിക്കണം. എങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? നീ എപ്പോഴും നിന്നിൽ തന്നെ വർത്തിക്കുന്നവനായിട്ടിരിക്കണം. ഒരിക്കൽ ബുദ്ധൻ്റെ അടുത്ത് ഒരു പാവം മനുഷ്യൻ വന്നു. ബുദ്ധൻ പറഞ്ഞതുപോലെ ഇദ്ദേഹവും പറഞ്ഞു, ഭഗവാൻ, ഈ ലോകത്ത് മുഴുവനും ദുഃഖമാണത്രേ, അത് മാറ്റണം. അത് മാറ്റാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അങ്ങ് എനിക്ക് വേണ്ട ഉപദേശം തരണം എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധൻ ആ പാവം മനുഷ്യൻ്റെ മുഖത്തേക്ക് ഒന്ന് അർദ്ധനിമീലനായി നോക്കിയിട്ട് വീണ്ടും കണ്ണടച്ച് മന്ദസ്മിതത്തോടുകൂടി ധ്യാനനിരതനായിട്ടിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ശിഷ്യനായ ആനന്ദൻ പറഞ്ഞു, ഭഗവാൻ, ഈ മനുഷ്യനൊരു പാവമാണെന്ന് തോന്നുന്നു. അങ്ങ് എന്തെങ്കിലും അദ്ദേഹത്തിന് ഉപദേശിക്കൂ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ ബുദ്ധൻ പതിയെ കണ്ണു തുറന്നു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയിൽ അങ്ങയെ കാണുന്നില്ല, പിന്നെ എങ്ങനെയാണ് അങ്ങേക്ക് ഞാൻ ഉപദേശം തരുന്നത്? അങ്ങയിൽ അങ്ങയെ കാണുന്നില്ല, അങ്ങയിൽ അങ്ങില്ല, അങ്ങ് എവിടെയോ ആണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ലോകത്ത് എന്ത് പ്രവൃത്തിയാണ് ചെയ്യാൻ കഴിയുക? എന്ത് ധർമ്മമാണ് ചെയ്യാൻ കഴിയുക? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സിദ്ധാർത്ഥനുണ്ടായിരുന്നില്ല ഒരു കാലത്ത്. പിന്നീട്
തൻ്റെ തപോനിരതമായ ജീവിതത്തിലൂടെ സിദ്ധാർത്ഥനെ കണ്ടെത്തി സിദ്ധാർത്ഥൻ. അപ്പോൾ അത് സിദ്ധാർത്ഥനായിരുന്നില്ല, അത് ബുദ്ധനായി മാറി. എപ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധനായി മാറാൻ കഴിയുക? എപ്പോഴാണ് നിങ്ങൾക്ക് ശാന്തി ആവോളം അമൃതമായി ഭുജിക്കാൻ കഴിയുക? അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളാവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ധ്യാനനിരതമായ ഒരു ജീവിതത്തിലേക്ക് വരുവാൻ കഴിയുക എന്നതാണ് ആധ്യാത്മികതയുടെ ആദ്യത്തെ ചുവടുവയ്പ് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ഇതൊന്നും നമ്മുടെ ബുദ്ധിക്ക് അങ്ങനെ വഴങ്ങി തരുന്ന ഒന്നല്ല. സദാസമയവും ധ്യാനത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് വേദാന്തത്തിൻ്റെ ഭാഷയിൽ പറയുന്ന നിരപേക്ഷമായ ബ്രഹ്മം തന്നെയാണ്. അത് സാധാരണക്കാരന് പറ്റുമോ എന്ന് ചോദിച്ചേക്കാം. ബ്രഹ്മത്തെ ധ്യാനിക്കണം അത്രേ. ബ്രഹ്മം എന്താണെന്ന് അറിഞ്ഞാലല്ലേ ധ്യാനിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. എന്താണ്? നിങ്ങൾ സാധാരണ മനുഷ്യരാണ്. രാവിലെയോ വൈകുന്നേരവും അല്ലെങ്കിൽ 2 നേരവും നിങ്ങളുടെ മുറിയിൽ കയറി ഇരിക്കുക. വാതിലുകളും ജനലുകളും പതിയെ ചാരുക. സ്വസ്ഥമായി നിവർന്നിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രാണനിശ്വാസങ്ങളെ ശ്രദ്ധിച്ച് അവിടെ ഇരിക്കുക. അത് തുടക്കമാവട്ടെ. അങ്ങനെ ഇരിക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സ് പ്രാണനിൽ ലയിച്ച്, പ്രാണൻ മനസ്സിൽ ലയിച്ച് നിങ്ങളിൽ ഉള്ളടങ്ങുന്നതായ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ഒരു വശത്ത് നിന്നും മറ്റൊരു വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഊയലാടിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ശ്രദ്ധ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ജീവിതത്തിൽ ആത്യന്തികമായി നേടേണ്ടത് ലഭിക്കാൻ സാധ്യതയില്ല. ഇല്ലാത്ത മാതിരി ഒരു വലിയ നഷ്ടം സംഭവിക്കും. ശ്രദ്ധ എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല. ഗുരുവിലുള്ള വിശ്വാസം, ഗുരു പറയുന്നതായ വാക്കുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതായ ശാസ്ത്രത്തിലുള്ളതായ ഒരു വിശ്വാസം, അതനുസരിച്ച് ജീവിക്കത്തക്ക തരത്തിലുള്ളതായ ഒരു കാഴ്ചപ്പാട്, ഇതെല്ലാം ചേർന്ന് വരുന്നതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് കേന്ദ്രീകൃതമായി തീരുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെ അറിഞ്ഞു തുടങ്ങുന്നു എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളെ അറിയാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത്തരത്തിലുള്ളതായ ഒരു ധ്യാനം പതിയെ പതിയെ വികസിപ്പിച്ചു കൊണ്ടുവരേണ്ടതാണ്. വെളിയിലുള്ള വിഷയങ്ങളിൽ അഭിരമിച്ചിരിക്കുകയാണെങ്കിൽ ധ്യാനം സ്വപ്നത്തിൽ പോലും കാണേണ്ടതില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിരാഗത ആവശ്യമാണ്. മറ്റുള്ള വിഷയങ്ങളോടുള്ള രാഗവായ്പ് എപ്പോഴാണോ കുറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അന്തരംഗത്തിൽ ദീപ്തമായിരിക്കുന്നതായ ശോഭയിലേക്ക് പതിയെ പതിയെ വരുവാൻ കഴിയും. അത് സ്വാഭാവികമാണ്. കടുത്ത ദുഃഖമുണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? സാധാരണ വാതിലുകൾ കൊട്ടി അടച്ച് കട്ടിലിൽ പോയി ഒരൊറ്റ കിടപ്പുണ്ട്. ഒന്നും കാണണ്ട, ഒന്നും കേൾക്കണ്ട. എന്തുകൊണ്ടാണ്? നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഉൾവലിയുകയാണ്. അതെങ്ങനെയും സംഭവിക്കുന്നു. എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അതുപോലെ ഉൾവലിയാൻ കഴിയുന്നത്, അവിടെയാണ് ജീവിതത്തിൻ്റെ സ്ഫുരണമറിയുന്നത്. ദുഃഖം വരുമ്പോൾ വിരാഗതയുണ്ടാവുന്നു. ഇതുപോലെ പരമമായതിനെ അറിയണമെന്നുള്ള അഭിനിവേശം വരുമ്പോഴും വിരാഗതയുണ്ടാകുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്.
ആരിലാണോ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, അവനാണ് ആധ്യാത്മികതയിലേക്ക് പിച്ചവയ്ക്കുന്നത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളെ പലരും കളിയാക്കാറുണ്ട്. ഓ, ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നവർ പറയാറില്ലേ? സന്യാസിമാരെ അങ്ങനെ ആക്ഷേപിക്കാറുണ്ട്. എസ്കേപ്പിസം ഒരിക്കലുമല്ല. ധ്യാനാത്മകമായ ഒരു ജീവിതം എന്ന് പറയുന്നത് സകലതിലും പൊരുളായിരിക്കുന്നതിലേക്കുള്ള ഒരു പ്രയാണമാണ്. സർവ്വതിനെയും തൻ്റെ ആത്മാവിൽ പുലുകുന്നതായ ഒരു സന്ദർഭമാണ്. അത് എസ്കേപ്പിസം അല്ല, അത് എല്ലാത്തിലും നിറഞ്ഞൊഴുകലാണ്. അങ്ങനെയുള്ളതായ ഒരു നിറഞ്ഞൊഴുകൽ സംഭവിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നതായ കുളിർകാറ്റ് പോലെ അനുഭവപ്പെടുന്നതായ ഒരു സുഖമുണ്ട്. ജീവിച്ചു നോക്കണം. ഇതെല്ലാം നമുക്ക് പരീക്ഷിച്ച് നിരീക്ഷിച്ച് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇത് വെറുതെ കേൾക്കാനുള്ളതല്ല. അതുകൊണ്ട് ആധ്യാത്മികതയിലേക്കുള്ള ജീവിതം എന്ന് പറയുന്നത് അത് ഒളിച്ചോട്ടമല്ല, അത് സകലതിലേക്കുമുള്ളതാണ്. അത് സകലതുമാണ്. സകലതിലും തന്നെ കാണുന്നതാണ്. തന്നിൽ സകലതിനെയും കാണുന്നതാണ്. അല്ലാതെ പലായനമല്ല, ജീവിതത്തിൽ നിന്നും ഒളിച്ചോട്ടമല്ല. ഒരു കാലത്ത് അങ്ങനെ ഒരു ചിന്ത ഇവിടെ ഉണ്ടായിരുന്നു. ആധ്യാത്മികതയെ ഇത്തരത്തിൽ നോക്കിക്കാണുന്നതായ യഥാർത്ഥവാദികൾ യൂറോപ്പിലേക്കുണ്ടായിരുന്നു. പോസിറ്റീവ് ഫിലോസഫേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. അനുഭവസത്താവാദം. ഒരു ഫ്രഞ്ച് തത്വചിന്തകനുണ്ട്, അഗസ്റ്റേ കോംപ്റ്റെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മുന്നോട്ട് വെച്ചതായ ഒരു സിദ്ധാന്തമാണ്. അദ്ദേഹം പറയുന്നത് ദൈവികമോ അന്ധവിശ്വാസപരമോ ആയ വിശദീകരണങ്ങളെ ഒഴിവാക്കി ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും മാത്രം സത്യം കണ്ടെത്താമെന്ന ഒരു തത്വചിന്തയാണത്. പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും സത്യം കണ്ടെത്താമെന്ന ഒരു തത്വചിന്ത രൂപപ്പെട്ടു വന്നു. ആധ്യാത്മികതയിലെ ശുദ്ധമായ ആധ്യാത്മികതയുടെ പാതയിൽ പരീക്ഷണങ്ങളില്ലേ, നിരീക്ഷണങ്ങളില്ലേ? നമ്മൾ എന്തിനെയാണ് പരീക്ഷിക്കുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പരീക്ഷിക്കുന്നത്. പരീക്ഷണ വസ്തു നിങ്ങൾ തന്നെയാണ്. പരീക്ഷിക്കുന്നത് ആരാണ്? അതും നിങ്ങൾ തന്നെയാണ്. അവിടെ പരീക്ഷണമുണ്ട്. ഇവിടെ ലാബോറട്ടറി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഗുരുവിൻ്റെ വാക്കുകൾ, ആ ഗുരുവിൻ്റെ വാക്കുകളെ നാം ശ്രവിക്കുവാനിടയാകുമ്പോൾ ആ വാക്കുകളെ നാം മനനം ചെയ്യുവാൻ മുന്നോട്ട് വരുന്നു. മനനം ചെയ്തതിനെ ധ്യാനിക്കുന്നു. ഗുരുവിൻ്റെ വാക്കിൻ്റെ പൊരുൾ എന്താണ് എന്നറിയണം. അറിയാതെ ഒരു സത്യാന്വേഷിയും ഒന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല. ഭാരതീയർ അങ്ങനെയുള്ളവരാണ്. ഭാരതീയർ അന്ധവിശ്വാസികളല്ല, വിശ്വാസികളുമല്ല. ഭാരതീയർ എന്ന് പറയുന്നത് സത്യത്തെ നേരിട്ടറിയുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്തരത്തിലുള്ളതായ അഭിവാഞ്ചയുള്ളവരാണ്. അവർ യുക്തിസഹമായി ചിന്തിക്കുകയും ഭദ്രമായ രീതിയിൽ തൻ്റെ ജീവിതത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നവരാണ്. അവർക്കൊരു കാര്യം ഉറപ്പുവരുത്തണം. എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? ഗുരു പറയുന്നത് സത്യം തന്നെയാണോ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വാക്കിലുള്ള വിശ്വാസമില്ലായ്മയല്ലാതെ ഗുരുവിനെ വിശ്വസിക്കുന്നു, ഗുരുവിൻ്റെ വാക്കിനെ വിശ്വസിക്കുന്നു.
എന്നിട്ട് കേട്ട വാക്കിനെ ജീവിതം മുഴുവനും ഒരു തപശ്ചര്യയോടുകൂടി മനനം ചെയ്ത് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്ക് എന്തിനെ അർത്ഥമാക്കുന്നുവോ അതായി തീരുക എന്നുള്ളതാണ്. നീ എന്തിനാണോ മനനം ചെയ്യുന്നത് നീ അതായി തീരും. ഗുരുവിൻ്റെ വാക്കുകൾ അമൃതമായ വാക്കുകളാണ്. അത് അമൃതമായതിനെ പറയുന്നു. നീ അതിനെ തന്നെയാണ് ഭജനം ചെയ്യുന്നതെങ്കിൽ നീ അമൃതനായി തീരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഗുരുകുലത്തിൽ വരുമ്പോൾ കേട്ട ഗുരുവിൻ്റെ വാക്ക് ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം മുഴുവനും ആ വാക്കിനെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി തപസ്വാധ്യായ നിരതനായി ജീവിക്കുമ്പോൾ അതിൻ്റെ പൊരുളെന്താണെന്ന് അറിയുവാനുള്ളതായ ഇടവരുന്നു. അത് പിന്നെ സത്യമായി തീരുന്നു, അത് സത്യാനുഭവമായി തീരുന്നു. അപ്പോൾ അത് വിശ്വാസമല്ല. തുടക്കത്തിൽ ഗുരുവിൻ്റെ വാക്ക് ഒരു വിശ്വാസമായിട്ടാണ് സ്വീകരിച്ചതെങ്കിൽ അവസാനം ആ സത്യാന്വേഷി എത്തിച്ചേരുന്നത് ആ വാക്ക് എന്താണോ അർത്ഥമാക്കിയത് അതായിത്തീരുന്നതായ ആ അനുഭൂതിയിലേക്കാണ് വരുന്നത്. ആ അനുഭൂതികത ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആ സത്യം കണ്ടെത്തുമ്പോൾ ഉള്ളതായ അനുഭൂതിയാണ് അവിടെ കാണുന്നത്. അതുമിതുമല്ല സതർത്ഥമല്ലഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞ ധീരനായി സതസതതി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടയണം. അതുമിതുമല്ല സതർത്ഥമല്ലഹം, ഗുരുവിൽ നിന്നും കേട്ടതായ വാക്ക് മനനം ചെയ്ത് സത്യമായി തീരുമ്പോൾ അതുമിതുമല്ല അതുമല്ല ഇതുമല്ല എന്ന് തിരിച്ചറിയുന്നു. നൈദർ ദിസ് നോർ ദാറ്റ്. അതുമിതുമല്ല സതർത്ഥമല്ലഹം, സത്തിന്റെ അർത്ഥവുമല്ല അഹം എന്ന് പറയുന്നത്. അതുമിതുമല്ല സതർത്ഥമല്ലഹം സച്ചിദമൃതമെന്ന് തെളിഞ്ഞ ധീരനായി, അത് സച്ചിദാനന്ദമയമാണ്, സച്ചിദാനന്ദമായിരിക്കുന്നതായ അമൃതമാണെന്ന് അറിയുന്നു. അതുമിതുമല്ല സതർത്ഥമല്ലഹം സച്ചിദമൃതമെന്ന് തെളിഞ്ഞ ധീരനായി സതസതതി പ്രതിപത്തിയറ്റ്, സത്തിനോടും അസത്തിനോടുമുള്ളതായ പ്രതിപത്തികളെല്ലാം അറ്റ് സതസതതി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. നിരഹങ്കൃതനായി ആ പരമമായതിൽ അലിഞ്ഞ് ചേർന്ന് വ്യഷ്ടിഗതമായിരുന്നതായ അവൻ ഇപ്പോൾ സമഷ്ടിയുടെ ഭാഗമായി മാറുന്നു. ഇവിടെ പരീക്ഷണമില്ലേ, നിരീക്ഷണങ്ങളില്ലേ, യുക്തയുക്തമായി ചിന്തിച്ചില്ലേ? ചിന്തിക്കുമ്പോൾ യുക്തമായിട്ട് ചിന്തിക്കണം. പക്ഷേ കണ്ടെത്തുന്നതായ സത്യം എല്ലാ യുക്തികൾക്കും അപ്പുറത്തുള്ളതാണ് താനും. ഇതാണതിൻ്റെ പാരഡോക്സ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ലോജിക്കായിട്ട് ചിന്തിക്കണം. കാരണം ശാസ്ത്രമാണ്, ന്യായം വേണം. ന്യായം, വൈശേഷ്യം, സാഖ്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ. ഉത്തരമീമാംസ എന്ന് പറയുന്ന വേദാന്തമാണ്. ഈ വേദാന്തത്തെ നാം പഠിക്കാനെടുക്കുമ്പോൾ ഗൗതമൻ്റെ ന്യായയുക്തി വെച്ച് തന്നെ പരിശോധിച്ച് നോക്കണം, പ്രമാണങ്ങളെ വെച്ച് പരിശോധിച്ച് നോക്കണം. വേദാന്തത്തിലും കൊണ്ട് അതിന് സംഗതമായി വരുന്നതായ പ്രമാണങ്ങൾ, ഇതെല്ലാം യുക്തിഭദ്രമാണ്. എന്നാൽ യുക്തിഭദ്രമായി ശാസ്ത്രവിചാരം ചെയ്ത് സ്വാധ്യായം ചെയ്ത് നാം എത്തേണ്ടതായ ഇടത്ത് എത്തിച്ചേരുമ്പോൾ എല്ലാ യുക്തികൾക്കും അപ്പുറത്തുള്ളതായ ആനുഭൂതികതയുടെ ഒരു തലമാണത് എന്ന് അറിയണം. അതാണത്. അല്ലാതെ ഇതിനെ പലായനവാദം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടുള്ളതല്ല. അങ്ങനെ ആക്ഷേപിക്കുന്ന അപ്രസക്തമാണ്. കാരണം
ധ്യാനപരമായൊരു ചിന്തയാണ് ഇതിലുള്ളത്. ഇതിലുള്ളതായ തത്വപരമായ അവലോകനം ദാർശനികമാണ്. അതിന് ഉപരിതന സ്വഭാവമാണുള്ളത്. വെറും അനുപ്രസ്ഥമായ വിഷയവ്യവഹാരം ഇതിനകത്തില്ല. ജീവിതത്തെ വെർട്ടിക്കലൈസ് ചെയ്യുകയാണ്, ഉന്നതിയിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യം അത് താഴെയാണ് കിടന്നിരുന്നത്, തിരശ്ചീനമായിരുന്നു, അനുപ്രസ്ഥമായിരുന്നു. അതിനെ തത്വപരമായ വിചാരം കൊണ്ടും ധ്യാനം കൊണ്ടും തപസ്സുകൊണ്ടും ഉപരിതനമാക്കി മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ആക്ഷേപിക്കുന്നത് പ്രസക്തമല്ല. കാരണം ഇത് ധ്യാനത്തിൻ്റെ സന്ദർഭമാണ്. ധ്യാനത്തിൻ്റെ സന്ദർഭത്തിലേക്ക് മറ്റൊന്നിനെയും വലിച്ചിഴച്ചു കൊണ്ടുവരുവാൻ പാടുള്ളതല്ല. ആ സന്ദർഭത്തിലേക്ക് വിഷയപ്രധാനമായ വാസ്തവികതകൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുവാൻ പാടുള്ളതല്ല. കാരണം ഇത് വിഷയപ്രധാനമല്ല, എല്ലാ വിഷയങ്ങളെയും ഒഴിവാക്കിയിട്ടുള്ളതായ സന്ദർഭമാണ്. നിർവിഷയം മനഃ എന്നാണ്. ഇതാണ് ധ്യാനം. നിർവിഷയമായിരിക്കുന്നതായ അവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക വസ്തുക്കളുടേതുപോലെയുള്ളതായ വിഷയപ്രധാനമായ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ അവിടെ പ്രസക്തിയില്ല. ഒരാൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഭൗതികമായ വശത്തേക്ക് തിരിഞ്ഞിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി നിങ്ങൾക്ക് ഈ പ്രപഞ്ച രഹസ്യം അന്വേഷിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ധ്യാനപരമായ ഒരു ജീവിതം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇതിലേത് വേണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം ഏവർക്കുമുണ്ട്. ഒന്ന് ധ്യാനപരതയുടെ ആധ്യാത്മികതയുടെ തലമാണ്. മറ്റൊന്ന് പ്രത്യക്ഷാനുഭവ പ്രധാനമായ ഭൗതിക ശാസ്ത്രങ്ങളുടേതാണ്. ഏത് വേണം? രണ്ടിനുമുണ്ട് അതിൻ്റെതായ മൂല്യങ്ങൾ. കാരണം നമ്മൾ ആധുനിക ലോകത്താണ് ജീവിക്കുന്നത്. ഇവിടെ ആധ്യാത്മികതയുടെ വശത്ത് നിന്നുകൊണ്ട് സത്യത്തെ അന്വേഷിക്കുന്നത് അന്തർമുഖതയോട് കൂടിയ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ധ്യാനപരതയുടെ മണ്ഡലത്തിലേക്ക് ഭൗതിക ശാസ്ത്രവാദം ഉന്നയിച്ച് അവരെ പലായനവാദികളായി കാണുന്നത് യുക്തമല്ല. രണ്ടിനും അതിൻ്റേതായ ചിന്താരീതികളുണ്ട്. നടരാജ് ഗുരു ഈ സന്ദർഭത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. ഒരു തത്വചിന്തകൻ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുമ്പോൾ അയാളെ ഒരു ഗണിത ഭൗതിക ശാസ്ത്രജ്ഞനോട് ഉപമിക്കാമെന്നാണ്. അതായത് മാത്തമാറ്റിക്കൽ ഫിസിസ്റ്റ്. ഒരു തത്വചിന്തകൻ കണ്ണടച്ച് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ അയാളെ ഒരു ഗണിത ഭൗതിക ശാസ്ത്രജ്ഞനോട് ഉപമിക്കാം എന്ന് നടരാജ് ഗുരു പറയുന്നു. അനിശ്ചിക ശാസ്ത്രമില്ലേ, മെറ്റാഫിസിക്സ് ഇങ്ങനെയൊക്കെയുള്ള സമീപനം അംഗീകരിക്കുന്നുണ്ട്. അപ്പം നമ്മിൽ തന്നെ കേന്ദ്രീകൃതമായി തീരുക എന്നതാണ് അവിടെ ധ്യാനം തന്നെയാണ് പോം വഴി, മറ്റൊന്നുമല്ല. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ളതായ താത്വികമായ നിഗമനങ്ങളെ വേണ്ടവണ്ണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഉദാസീന മനോഭാവം കൊണ്ട് സാധ്യമല്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് വേണം ആത്മോപദേശ ശതകത്തിലൂടെ കടന്നു പോകുവാനും അത് തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി സ്വീകരിക്കുവാനും. ആത്മോപദേശ ശതകത്തിൻ്റെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ രഹസ്യാത്മകതയിലേക്ക് പ്രവേശിക്കാൻ
കുറച്ച് ബുദ്ധിമുട്ടാണ്, വളരെ ഗൂഢമാണ്. എന്നിട്ട് വേണം 99 ശ്ലോകങ്ങളെയും മനനം ചെയ്യേണ്ടത്. 99 ശ്ലോകങ്ങളെയും മനനം ചെയ്യുവാനുള്ളതായി അടിത്തറ പാകുകയാണ് ഒന്നാമത്തെ ശ്ലോകം. കാരണം നമ്മൾ ജീവിക്കുന്നത് ആയിരത്താണ്ട് പിന്നിലല്ല, മുന്നിലാണ്. ആധുനിക ശാസ്ത്രങ്ങളുടെയൊക്കെ വളർച്ചയുടെ ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ആധുനിക മനുഷ്യമേധയുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇതിനൊക്കെ മനനം ചെയ്യുന്നത്. നാരായണ ഗുരു എന്ന് പറഞ്ഞാൽ വെറുമൊരു സന്യാസിയല്ല, ശാസ്ത്രജ്ഞനായ ഋഷിയാണ്. എന്നിട്ട് പൗരസ്ത്യമായാലും കൊള്ളാം, പാശ്ചാത്യമായാലും കൊള്ളാം, മനുഷ്യമേധയിലൂടെ വളർന്നു വന്നിട്ടുള്ളതായ എല്ലാ വൈജ്ഞാനിക സരണികളെയും ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഇതിനെ പരിശോധിക്കാനും മനസ്സിലാക്കുവാനും. അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ പറയുന്നത്. ഇത് പഠിക്കുവാൻ അധികം ആളുകളൊന്നും വരുവാനുള്ള സാധ്യതയില്ല, കുറവാണ്. കാരണം നമ്മുടെ ചിന്തയെ മാറ്റിവെക്കുന്ന ഒരു സന്ദർഭമാണിത്. വാക്കുകളെ ചാണയ്ക്ക് വെക്കേണ്ട സമയമാണ്. ഒരിക്കൽ ഗുരുമുനി എന്നോട് പറഞ്ഞു, വാക്കുകൾ ചാണയ്ക്ക് വെച്ച് പഠിക്കണമെന്ന്, എങ്കിലേ വാക്കുകൾക്ക് മൂർച്ചയുണ്ടാവുകയുള്ളൂ. കാരണം മൂർച്ചയുള്ള ഒരു ദർശനമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് മൂർച്ചയുള്ള വാക്കുകൾ വേണം എന്ന് ഗുരു പ്രത്യേകം നിർദ്ദേശിച്ചു. അത് പറഞ്ഞ എപ്പോഴാണെന്നറിയാവോ? ദ ഫിലോസഫി സിംപ്ലിഫൈഡ് ഫോർ യൂത്ത് എന്ന് പറയുന്നൊരു പുസ്തകം ഗുരു ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അത് എഴുതുന്ന സമയത്ത് ഉള്ളൂരിലെ ഒരു വീട്ടിൽ ഗുരു ചികിത്സയിൽ വിശ്രമിക്കുമ്പോൾ ഞാൻ അവിടെ ഗുരുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. വൈകുന്നേരത്തെ ക്ലാസ്സിൽ ഗുരു എന്നോട് പറയും, ഈ പുസ്തകം കയ്യെഴുത്ത് പ്രതിയാണ്, അത് വായിച്ചിട്ട് മുന്നിലിരിക്കുന്നവർക്ക് മലയാളത്തിലേക്ക് പറഞ്ഞു കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കുകയും വേണം. ഗുരുവിൻ്റെ മുമ്പിൽ ഇരുന്ന് തന്നെ ചെയ്യുകയും വേണം. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴും ഗുരു എന്നെ ശരിക്കും കൊടയും. എന്നിട്ട് പറഞ്ഞ് വാക്കുകൾ ചാണയ്ക്ക് വെച്ച് പിടിക്കണമെന്ന് പറഞ്ഞു. അത് ഇടയ്ക്കിടയ്ക്ക് പറയും. ഇങ്ങനെ ഒരു ഗുരുവിൻ്റെ തീക്ഷ്ണമായ ശിക്ഷണത്തിൽ കുറച്ച് നാളൊക്കെ കഴിയാൻ ഇടവന്നത് കൊണ്ട് ഇതിൽ വെള്ളം ചേർക്കാൻ ഇഷ്ടമല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഇന്നിവിടെ പൂർണ്ണമാക്കുകയാണ്. ഓം.